ചില സമയങ്ങളില് ഏറ്റവും വലിയ മാറ്റങ്ങൾക്കൊക്കെ കാരണം വളരെ ചെറിയ തുടക്കങ്ങളായിരിക്കും. അപ്പോ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ ഭയത്തെ ധൈര്യം കൊണ്ടും നിരാശയെ ഒരുതരം സമർപ്പണം കൊണ്ടും നേരിടുന്നതിനെക്കുറിച്ചാണ്. കഥയുടെ പേര് ദീപത്തിന്റെ ഉറപ്പ്. ഈയൊരു വാചകം മനസ്സിൽ വെച്ചോണം. കാരണം ഈ കഥയുടെ മുഴുവൻ ആശയവും ഇതിലുണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എത്ര ചെറുതാണെങ്കിലും അതിന് പിന്നിലെ നമ്മുടെ ലക്ഷ്യം, അതാണ് ഏറ്റവും പ്രധാനം. ഈയൊരു ചിന്തയാണ് നമ്മുടെ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു വൈകുന്നേരമാണ്. നല്ല ശാന്തമായ ഒരു സായാഹ്നം. ആകാശത്ത് നിറങ്ങളൊക്കെ ഇങ്ങനെ പതിയെ മാഞ്ഞു തുടങ്ങുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വെല്ലുവിളി അവിടെ വരാനിരിക്കുന്നുണ്ടായിരുന്നു. അന്ധകാരം അതിന്റെ വരവറിയിക്കുകയായിരുന്നു. പകൽ മുഴുവൻ അതിന്റെ പ്രകാശവും ഊർജവുമെല്ലാം നൽകി ലോകത്തെ കാത്ത സൂര്യൻ ദാ അസ്തമിക്കാൻ പോവുകയാണ്. അത് വെറുമൊരു ദിവസത്തിന്റെ അവസാനമായിരുന്നില്ല, മറിച്ച് ഒരു വലിയ ശക്തി താൽക്കാലികമായി ഒന്ന് പിൻവാങ്ങുന്നതുപോലെയായിരുന്നു അത്. സൂര്യനങ്ങ് മറിഞ്ഞതോടെയുണ്ടായ ആ ഒരു ശൂന്യതയില്ലേ, അവിടേക്ക് ഇരുട്ടു പതിയെ ഇരച്ചു കയറാൻ തുടങ്ങി. ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ ശക്തിയുള്ള ഒരുതരം ഭയം തോന്നിക്കുന്ന നിശബ്ദത അത് പതുക്കെ എല്ലായിടത്തും പടർന്നു പിടിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പടർന്നു പിടിക്കുന്ന ഇരുട്ടിനു മുന്നിൽ ലോകം എന്തു ചെയ്യണമെന്നറിയാതെ നിന്നപ്പോൾ ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്തുനിന്ന് ഒരു കുഞ്ഞു പ്രകാശം ഉയർന്നുവന്നു. അതെ, നമ്മുടെ കഥയിലെ നായകൻ വരികയാണ്. ആർത്തലിച്ചു വരുന്ന ആ ഇരുട്ടിന്റെ സമുദ്രത്തിൽ മുന്നിലേക്ക് ഒരു മൺവിളക്ക് ചെറുതായി മിന്നിത്തിളങ്ങുന്ന ഒരു നാളുമായിട്ട് അത് ധൈര്യത്തോടെ മുന്നോട്ടു വന്നു. അതിന്റെ വലിപ്പം വളരെ ചെറുതായിരുന്നെങ്കിലും അതിന്റെ നിശ്ചയദാർഢ്യം ഒട്ടും ചെറുതായിരുന്നില്ല. ഇപ്പോ ഈ താരതമ്യം ഒന്ന് നോക്കിക്കേ. ഒരു വശത്ത് പകലിന്റെ രാജാവായ അതിശക്തനായ സൂര്യൻ, മറുവശത്ത് രാത്രിയുടെ കാവൽക്കാരനാകാൻ തയ്യാറെടുക്കുന്ന ഒരു കുഞ്ഞൻ മൺവിളക്ക്. ഒരാൾ പോകുമ്പോൾ മറ്റൊരാൾ ആ ജോലി ഏറ്റെടുക്കാൻ മുന്നോട്ടു വരുന്നു. ഈ വലിപ്പത്തിലുള്ള വ്യത്യാസം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഈ കഥയുടെ ഭംഗിയും. ആ കുഞ്ഞു ദീപം സൂര്യനോടൊരു ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങ് സമാധാനമായി പോയി വരൂ. എന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ഈ ഇരുട്ടിനോട് പോരാടും. ആ വാക്കുകളിൽ ധൈര്യവും ഒട്ടും തളരാത്ത സമർപ്പണവും നിറഞ്ഞിരുന്നു. ലോകം മുഴുവൻ പ്രകാശം നൽകുന്ന സൂര്യൻ ഈ കുഞ്ഞൻ ദീപത്തിന്റെ വലിയ വാക്കുകൾ കേട്ടിട്ട് എന്ത് വിചാരിച്ചിട്ടുണ്ടാകും, അല്ലേ? അതാണ് ഈ കഥയിലെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷം. അസ്തമിക്കുന്നതിന് തൊട്ടുമുമ്പ് സൂര്യൻ ഒരു നിമിഷം നിന്നു. എന്നിട്ട് ആ ചെറിയ ദീപം പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേട്ടു. അതിന്റെ വലിപ്പക്കുറവല്ല സൂര്യൻ കണ്ടത്, മറിച്ച് അതിന്റെ ഉള്ളിലെ ആ വലിയ മനസ്സിനെയും കെടാത്ത ആത്മവിശ്വാസത്തെയുമാണ്. സൂര്യൻ ആ ദീപത്തെ പുച്ഛിക്കുകയോ കളിയാക്കുകയോ ചെയ്തില്ല. പകരം അതിന്റെ ധൈര്യത്തെ അഭിനന്ദിച്ചു. നിന്റെ ശ്രമം ചെറുതായിരിക്കാം, പക്ഷേ നിന്റെ ലക്ഷ്യം വളരെ വലുതാണ് എന്നു പറഞ്ഞ് രാത്രിയുടെ കാവൽക്കാരനെന്ന വലിയ ഉത്തരവാദിത്തം അതിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പൂർണ്ണ മനസ്സമാധാനത്തോടെ സൂര്യൻ അസ്തമിച്ചു. സത്യം പറഞ്ഞാല് ഈ കഥയുടെ സന്ദേശം നമ്മൾ ഓരോരുത്തർക്കും വേണ്ടി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഒരു ചെറിയ വിളക്കിന് എങ്ങനെയാണ് ഇത്ര വലിയൊരു മാറ്റമുണ്ടാക്കാൻ കഴിയുന്നത്? അതിനു പിന്നിലെ തത്വം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണാ തത്വം. ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ നല്ലൊരു ഉദ്ദേശത്തോടെ ചെയ്യുമ്പോൾ അതെല്ലാം കൂടിച്ചേർന്ന് വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഒരു ദീപം കൊണ്ട് ഒരു മുറിയിൽ വെളിച്ചം കൊടുക്കാം, അല്ലേ? പക്ഷേ 1000 ദീപങ്ങൾ ഒന്നിച്ചാലോ ഒരു നഗരത്തെ തന്നെ പ്രകാശിപ്പിക്കാൻ പറ്റും. വലിയ മാറ്റങ്ങളിലേക്കുള്ള വഴി പലപ്പോഴും ഇങ്ങനെ വളരെ ലളിതമാണ്. എല്ലാം തുടങ്ങുന്നത് ഒരൊറ്റ ചെറിയ ശ്രമത്തിൽ നിന്നാണ്. അതിനു പിന്നിൽ ആത്മാർത്ഥമായൊരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രം മതി. അത് തീർച്ചയായും വലിയൊരു മാറ്റത്തിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഫലം എത്ര വലുതാണെന്നതിലല്ല കാര്യം, മറിച്ച് ആ ഇരുട്ടിനെതിരെ പോരാടാൻ ഒരു ചെറിയ ശ്രമമെങ്കിലും നമ്മൾ നടത്തിയോ എന്നതിലാണ്. അങ്ങനെയുള്ള ഓരോ ശ്രമവും ശരിക്കും വിലപ്പെട്ടതാണ്, പ്രശംസ അർഹിക്കുന്നതാണ്. നമ്മൾ ചരിത്രമൊക്കെ നോക്കിയാൽ ഇത് കാണാൻ പറ്റും. ആത്മാർത്ഥമായ മനസ്സോടെ ചെയ്യുന്ന ചെറിയ പ്രവൃത്തികൾ പോലും കാലത്തെ അതിജീവിക്കും. അങ്ങനെയുള്ള ആളുകളുടെ ശ്രമങ്ങളെയും സമർപ്പണത്തെയും ലോകം യുഗങ്ങളോളം ഓർത്തുവെക്കും. കാരണം അവ മറ്റുള്ളവർക്ക് പ്രചോദനത്തിന്റെ ഒരു കെടാവിളക്കായി മാറും. ഈ കഥ നമ്മളോട് ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. നമ്മുടെയൊക്കെ ചുറ്റുമുള്ള ഇരുട്ട് അത് ചിലപ്പോ അറിവില്ലായ്മയോ അനീതിയോ അല്ലെങ്കിൽ നിരാശയൊക്കെയാകാം. അതിനെതിരെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ ഒരു ചെറിയ ശ്രമം അതെന്തായിരിക്കും? ഒന്നാലോചിച്ചു നോക്കൂ.